ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ നാനാ പാടേക്കറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം ഇദ്ദേഹം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. നാനാ ഫിലിം ഇൻഡസ്ട്രിയിൽ പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ താങ്കൾ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആണെന്നാണ്. അതായത് തീർച്ചയായിട്ടും വെറുതെ ബഹളം വെക്കും, ഇഷ്ടത്തിന് വഴക്ക് പറയും, വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നമുക്ക് സ്ക്രീനിൽ ഉറപ്പായിട്ട് പൈസ കിട്ടുന്ന പരിപാടിയാണ്. ഇത് സത്യമാണ്. പക്ഷെ അത് ആ റോളിന് വേണ്ടിയാണ്, അല്ലാണ്ടും എനിക്ക് ദേഷ്യമൊക്കെ വരുന്നതാ. പക്ഷേ താങ്കളുടെ ഈ ദേഷ്യം കാരണം ചില ഡയറക്ടേഴ്സ് താങ്കളെ സിനിമയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ചു. അതെ, സത്യമാണത്. വെനസ്ഡേയിലെ റോൾ അതുകൊണ്ടാണോ കിട്ടാതെ പോയത്? അതെ, നസീർ എനിക്ക് സത്യം പറഞ്ഞതായിരുന്നു. അത് നസീറിൻ്റെ റോൾ എനിക്ക് തരാമെന്നവർ പറഞ്ഞതായിരുന്നു. നസീറായിരുന്നു എൻ്റെ പേര് സജസ്റ്റ് ചെയ്തതും. പാണ്ഡെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇല്ല മോനെ, എനിക്ക് ഒരുപാട് അടി മേടിക്കേണ്ടി വരുന്നതുകൊണ്ട് എനിക്ക് അതിനുശേഷം ഞാൻ പാണ്ഡേനെ നേരെ കണ്ടിട്ട് ഇങ്ങനെയൊന്നും ചെയ്യല്ലെന്ന് പറഞ്ഞിരുന്നെന്നായിരുന്നു. അതായത് എനിക്ക് ഒരുപാട് ദേഷ്യം വരും ഞാൻ, പക്ഷേ പൊട്ടനൊന്നുമല്ല. ഞാൻ മറ്റൊരു കാര്യം കൂടി കേട്ടു. അതായത് ഒരു ഡയറക്ടർ ഹീറോയിൻ ഡാൻസ് കളിക്കുന്ന സമയത്ത് താങ്കളോടും കൈയും കാലും അനക്കാൻ പറഞ്ഞെന്ന്. പക്ഷേ താങ്കൾ ഒന്നും ചെയ്തില്ലെന്ന്. അവരവിടെ കൈയും കാലും ഇട്ട് ആട്ടുന്ന സമയത്ത് ഞാനെവിടെ ഇട്ടാട്ടുന്നു? അവരെന്നെ എന്തിനാ ശ്രദ്ധിക്കും? അതുകൊണ്ടാണ് റൈറ്റേഴ്സും താങ്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഡയലോഗ് എഴുതുന്നത്. താങ്കൾക്ക് ഓർമ്മ കാണുമെന്ന് തോന്നുന്നു. ആകെ മോത്ക തമാശ ദേഖനേക്കല്ലേ. പക്ഷേ ഈ പർട്ടിക്കുലർ സീൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും തന്നെ ശരീരത്തിന് വയ്യായിരുന്നു. ശരിക്കും പറയണേൽ ഞാൻ ഹോസ്പിറ്റലിലും ആയിരുന്നു ഒന്ന്. പിന്നെ മെഹൻ കുമാർ അന്നൊരു 3000 ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വരുത്തിയായിരുന്നു ആ സീനിന് വേണ്ടി. ഒരുപക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ അന്ന് ഇത്രയും പൈസ അവർക്ക് കൊടുക്കേണ്ടതും ആയിരുന്നു തന്നെ. സോ മെഹൻ കുമാർ ആശുപത്രി വന്നിട്ട് ഞാനന്ന് വിളിച്ചു. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി. അന്ന് സീൻ പോലും എഴുതിയിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒറ്റ സമയത്ത് തന്നെ നിങ്ങൾ 5 ക്യാമറ അന്ന് വെക്കാനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒരു ക്യാമറ റണ്ണിങ്ങിൽ തന്നെ ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. മാഗസീൻസും തയ്യാറായിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞായിരുന്നു. ഞാൻ എന്താ സംസാരിക്കാൻ പോകുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ലെന്ന്. ആ സീൻ അങ്ങനെയാണെന്ന് എടുത്തത്. അത് മുമ്പ് റിട്ടേൺ അല്ലായിരുന്നു. ഇത് വളരെ വലിയൊരു ഡയലോഗാണ്. അതായത് ആകെ മേരി മौत का तमाशा देखने अब मुझे लटका दोगे, जुबान ऐसे बाहर आएगी आंखें. ഈ ഡയലോഗ് ഓർമ്മയുണ്ട്? ഇല്ലില്ല, ഒട്ടും ഓർമ്മയില്ല. സത്യമായിട്ടും ഓർമ്മയില്ല. ജനങ്ങൾ ചോദിക്കുന്നു. ഇത് സത്യം പറയാലോ, എനിക്ക് ഇപ്പോഴും ആ ഡയലോഗ് ഒട്ടും തന്നെ ഓർമ്മയില്ല. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, താങ്കൾ ഇതിൽ നോക്കിയിട്ട് 2-3 ഡയലോഗ് പറഞ്ഞാണ്. आ गए मेरे मौत का तमाशा देखने. अब मुझे लटका देंगे, जुबान ऐसे बाहर आएगी, आंखें बाहर आएगी और यहीं लटकता रहूँगा. फिर मेरा भाई मुझे नीचे उतारेगा, आप चर्चा करते हुए चले जाओगे, खाना खाओगे और फिर से सो जाओगे. तुम्हारी यही नामर्दान की बुज़दिली एक दिन इसी देश के मौत का तमाशा इसी खामोशी से देखे. कुछ नहीं कहना चाहता तुम्हें. ഇതിലും കൂടെയാണോ? നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ വജൂദ് സിനിമ കണ്ടിട്ടുണ്ടോ? വജൂദ് ഒരു സിനിമ. അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി കവിത ഓർമ്മ എഴുതിയായിരുന്നു. അത് ജാവിദ് അക്തർ സാർ. പിന്നെ മാധുരിക്ക് വേണ്ടി മാധുരിയെ ഞാൻ വൺ സൈഡായിട്ട് പ്രേമിക്കുമായിരുന്നു. ഓബ്വിയസ്ലി ആ സൈഡ് ഒരു ചാൻസും ഇല്ല. കാരണം ഈ മുഖം, ഞാൻ ആക്ടറും പിന്നെ അതിലൊരു ഡയറക്ടറും ആ നാടകത്തിൽ. പിന്നെ മാധുരി അവിടെ ഇരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. പിന്നെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിങ്ങനെ പറയും. മാധുരിക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതുവരെ അതങ്ങോട്ട് മറന്നിട്ടില്ല. कैसे बताऊं मैं तुम्हें, मेरे लिए तुम कौन हो? कैसे बताऊं मैं तुम्हें, तुम धड़कनों का गीत हो, जीवन का तुम संगीत. तुम जिंदगी, तुम बंदगी, तुम रोशनी, तुम ताजगी, हर खुशी प्यार हो, प्रीत हो, मनमीत हो.
आंखों में तुम, यादों में तुम, नींदों में तुम, ख्वाबों में तुम। तुम हो मेरी हर बात में, तुम हो मेरे दिन रात में। तुम सुबह में, तुम शाम में, तुम सोच में, तुम काम में। मेरे लिए पाना भी तुम, मेरे लिए खोना भी तुम। मेरे लिए हंसना भी तुम, मेरे लिए रोना भी तुम। और जागना सोना भी तुम। जाऊं कहीं, देखूं कहीं, तुम हो वहां, तुम हो वहीं। कैसे बताऊं मैं तुम्हें, तुम बिन तो मैं कुछ भी नहीं। कैसे बताऊं मैं तुम्हें, मेरे लिए तुम कौन हो। ये जो तुम्हारा रूप है, ये जिंदगी की धूप है। चंदन से तरशा है बदन, बहती है जिसमें एक अगन। ये शोखियाँ, ये मस्तियाँ तुमको हवाओं से मिली, जुल्फ़े घटाओं से मिली। होठों में कलियाँ खिल गई, आँखों को झीलें मिल गई। चेहरे में सिमटी चांदनी, आवाज़ में है रागिनी। शीशे के जैसा अंग है, फूलों के जैसा रंग है, नदियों के जैसी चाल है। क्या हुस्न है, क्या हाल है। ये जिस्म की रंगीनियां जैसे हजारों तितलियां। बाहों की ये गोलाइयां, आंचल में ये परछाइयां। ये नगरियां हैं ख्वाब की, कैसे बताऊं मैं तुम्हें हालत दिले बेताब की। कैसे बताऊं मैं तुम्हें, मेरे लिए तुम कौन हो। कैसे बताओ, मेरे लिए तुम धर्म हो, ईमान हो, तुम ही इबादत हो मेरी, तुम ही तो चाहत हो मेरी, तुम ही मेरा अरमान हो। तकता हूं मैं हर पल जिसे, तुम ही तो वो तस्वीर हो, तुम ही मेरी तकदीर हो। तुम ही सितारा हो मेरा, तुम ही नजारा हो मेरा। यूं ध्यान में मेरे हो तुम, जैसे मुझे घेरे हो तुम। पूरब में तुम, पश्चिम में तुम, उत्तर में तुम, दक्षिण में तुम, सारे मेरे जीवन में तुम। हर पल में तुम, हर छिन में तुम। मेरे लिए रास्ता भी तुम, मेरे लिए मंजिल भी तुम। मेरे लिए सागर भी तुम, मेरे लिए साहिल भी तुम। मैं देखता बस तुमको हूं, मैं सोचता बस तुमको हूं, मैं जानता बस तुमको हूं, मैं मानता बस तुमको हूं। तुम ही मेरी पहचान हो, कैसे बताऊं मैं तुम्हें। देवी हो तुम मेरे लिए भगवान हो। कैसे बताऊं मैं तुम्हें, मेरे लिए तुम कौन हो। ഇതില് പ്രത്യേകമായിട്ടൊരു കാര്യം പറഞ്ഞാൽ ഇതിന്റെ ഈ ലയം ഉണ്ടല്ലോ, ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് നോക്കുവാണെങ്കിൽ എഴുതിയത് അതിന്റെ തലച്ചോറിൽ നിന്ന് പുറത്തു വരുന്നില്ല. അതിനൊരു ഋതമുണ്ട്. അതുകൊണ്ടാണോ വരാത്തത്, അതോ മാധുരി കാരണം? ഒരു ഭാഗത്തുണ്ട്. അതിലൊട്ടും ഡൗട്ട് തന്നെ വേണ്ട, അതങ്ങനെ തന്നെയാ. പക്ഷെ മാധുരിക്ക് നല്ല കാര്യം തന്നെയാ. ഞാൻ അറിഞ്ഞത് പ്രകാശ രാജ്നീതി സെറ്റിൽ വെച്ച് താങ്കളോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിനെ എന്തൊക്കെയോ ചീത്ത വിളിച്ചെന്ന് കേട്ടു. അദ്ദേഹത്തിന്റെ കണ്ണീര് വന്നു. ഞാൻ പ്രകാശിനെ വഴക്ക് പറഞ്ഞെന്നോ? ന്യൂസ് പേപ്പറിൽ അങ്ങനെ തന്നെയാ വന്നത്. ഞാൻ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഒന്നും പഠിക്കത്തില്ല. അതുപോലെ മറ്റൊരു കാര്യവും വന്നിരുന്നു. അനുരാഗ് കശ്യപിനെ ഒരു സീനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും അടിച്ചെന്നാണ് ഞങ്ങൾ കേട്ടത്. എന്നിട്ട് താങ്കൾ പറഞ്ഞെന്ന്, കണ്ടില്ലേ ഞാൻ എങ്ങനെയാ അടിച്ചത്, നീ എന്താ വലിയ ആളാണോ? ഇല്ല ഇല്ല, ഇതുപോലെ അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതാ ജനങ്ങൾ എന്താണ് കരുതുന്നതെന്ന് വെച്ചാൽ നാനാ പടേക്കർ ഒരു റിയൽ ലൈഫ് വില്ലനാണ്, തലയിൽ ഇടയ്ക്കിടയ്ക്ക് അടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടി തലയിൽ നല്ലപോലെ അടിച്ചതിന് ശേഷം. സത്യത്തിൽ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊക്കെ അടിക്കാറുണ്ടോ? മറ്റുള്ളവരുടെ പിന്നെ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ കേട്ടു. അതായത് അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോയ സമയത്ത് താങ്കൾ യഥാർത്ഥമായിട്ട് കരഞ്ഞെന്നു. ഇല്ല, ഞാൻ എന്തിനാ കരയണ്ട? മറ്റൊരാൾ എന്റെ കോമ്പറ്റേറ്റർ, അദ്ദേഹത്തിന് അവാർഡ് കിട്ടില്ലെന്നാ കരഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ആ സമയത്ത്. പക്ഷേ പരിന്ത അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ചില കാര്യങ്ങൾ, ചില സിനിമകൾ ഇങ്ങനെ തന്നെയാ വരത്തുള്ളൂ. ഞങ്ങളൊന്നും ചെയ്യത്തില്ല, അടുത്തുള്ളവർ എന്തെങ്കിലും കാണിക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻസ് വരുമല്ലോ, അതങ്ങനെ ക്യാച്ചപ്പ് ആവുന്നതാണ്. അതൊക്കെ
അങ്ങനെ തന്നെ 26/11 ഇത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ആക്ടറും എന്നെക്കൊണ്ട് മാത്രമാണ് ഈ ഫിലിം സക്സസ് ആയെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും സത്യമല്ല. കാരണം അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. എൻ്റെ കോ ആർട്ടിസ്റ്റ് ഇരിപ്പുണ്ട്, എൻ്റെ റൈറ്റേഴ്സ് ഇരിപ്പുണ്ട്, എൻ്റെ ക്യാമറമാൻ ഇരിപ്പുണ്ട്, ഡയറക്ടർ ഇരിപ്പുണ്ട്. ഇതെല്ലാവരും കൂടെ ചേർന്നാലേ ഇത് സംഭവിക്കുള്ളൂ. എന്നാലേ ഇത് നല്ലതാവുള്ളൂ. ഇല്ലെങ്കിൽ ഞാനാണ് ചെയ്തതെന്ന് പറയാൻ കഴിയത്തില്ല. ഞാൻ കാമോഷി റോൾ ചെയ്യുമ്പോൾ സഞ്ജയ് ലീല ബൻഷാലി ആ റോൾ വളരെ മികച്ച രീതിക്ക് മുൻപ് തന്നെ എഴുതി വെച്ചിരുന്നു. അതിനുശേഷം നേരെ പോയത് അഭിനയിച്ചാൽ മാത്രം മതി. അത് വളരെ എളുപ്പമാണ്. പക്ഷെ അതിനുശേഷം 16 മാസം ഞങ്ങൾ അവിടെ ചെന്ന് ആ ഭാഷ പഠിച്ചെടുത്തു. അതെന്താന്ന് വെച്ചാൽ അതെ, ഡെഫൻഡം. അതിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ആ പയ്യൻ, അവൻ്റെ അച്ഛനമ്മ രണ്ടുപേരും ആക്ച്വലി ഡെഫൻഡമ്മാണ്. ശരിക്കും അവർ ഡെഫൻഡം തന്നെയാണ്. അവരുടെ അമ്മയാണ് എന്നെ പഠിപ്പിച്ചത് ആക്ച്വലി. ഈ പയ്യൻ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്താണോ തോന്നുന്നത് അതെന്നെ മനസ്സിലാക്കി തരും. അവരിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് എനിക്ക് ആക്ച്വലി പിന്നെ അവിടെ ഇത് കണ്ടതിന് ശേഷം എന്തോരം വിഷമമാണെന്ന് വെച്ചാൽ അച്ഛൻ അമ്മ രണ്ടുപേരും ഊമയാണ്. പിന്നെ ഈ പയ്യൻ എല്ലാ ജനങ്ങളുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പരിന്ത സിനിമയിൽ ഞാൻ കേട്ടത് ഒരു കത്തിപ്പോന്ന സീനിൽ സത്യത്തിൽ താങ്കൾക്ക് ശരിക്കും പരിക്ക് പറ്റിയെന്നാണ് ഞാൻ കേട്ടത്. അത് എനിക്ക് സത്യം? ഫയർ ആക്സിഡന്റ് ആയിരുന്നു. പിന്നെ 1 ഇയർ ഷൂട്ടിംഗ് നിന്നുപോയി. അങ്ങനെ ഞാൻ 60 days ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒരു ഊഞ്ഞാലിൽ കത്തുന്ന പോലത്തെ സീനായിരുന്നു അത്. ഞാൻ അവിടെ ശരിക്കും കത്തിപ്പിടിച്ച ആൾ കത്തുമായിരുന്നു. പിന്നീട് ജനങ്ങൾ അതും താങ്കളുടെ ആക്ടിംഗ് ആണെന്ന് കരുതി. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആക്ടിംഗ് ആണ്. പക്ഷേ ആ ഊഞ്ഞാലിന് ഈ ഭാഗത്തും തീയുണ്ട്, ആ ഭാഗത്തും തീയുണ്ട്. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ ഊഞ്ഞാൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ തെന്നിപ്പോയി. അവിടെ ഒരുപാട് ഗ്ലാസ് പീസസും ഒരുപാട് ബോട്ടിൽസ് ഇട്ടുകൊണ്ട് ഗ്ലാസ് പീസസ് ഒക്കെ കിടന്നായിരുന്നു. പിന്നെ ആ ഭാഗത്തുനിന്ന് ജാക്കി അവിടെ സൗണ്ട് ഇട്ടുകൊണ്ടിരുന്നു. ഞാനോ നീ ഓക്കെ ആയിരുന്നോ? പിന്നെ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് എൻ്റെ സ്കിന്നൊക്കെ ഇങ്ങനെ പീൽ ഓഫ് ആയി താഴോട്ട് വീഴുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഐ മീൻസ് ലൈക്ക് ഐ എം നോട്ട് ഓക്കെ. അപ്പോൾ അവർ പെട്ടെന്ന് ഓടി വന്ന തീയൊക്കെ കാണിച്ചിട്ട് അവിടെ അടുത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു. ഇമീഡിയറ്റ്ലി അവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. കുറെ കാലം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. 60 days. അപ്പോൾ ഈ സ്കിന്നൊന്നും ഒട്ടും തന്നെ ഇല്ല. എല്ലാം അങ്ങനെ താഴോട്ട് പോയി, ഗ്ലൗസ് ഊരിയിട്ട പോലെ. ഞാനാ ഇതിനു ശേഷം താങ്കൾക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. താങ്കൾ ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ നോക്കിയാൽ ഒരു സൈഡിൽ കത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ തന്നെയല്ലേ ഇത്. നാട്ടിലൊരു ഭാഗത്ത് നടന്നുകൊണ്ടല്ലേ ഇരിക്കുന്നത്. വേദന അങ്ങനെ തന്നെ ഉണ്ട്. സിനിമ മൂലം എന്തൊക്കെ പറയാൻ കഴിയുന്നോ അതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നതൊക്കെ കണ്ടാൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. കഷ്ടമായിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ ശരിക്കും പറയണമെങ്കിൽ ഒരുപാട് ലക്കിയാണ്. ഞങ്ങൾക്ക് വരാനൊരു വഴിയെങ്കിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എസ്കേപ്പ് ആവാനെങ്കിലും പറ്റും. പക്ഷെ പറ്റാത്തവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ എനിക്ക് വരാനായിട്ട് വഴിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരിക്കും? നിങ്ങളുടെ അടുത്തൊരു സത്യം പറയട്ടെ, എനിക്ക് വട്ടായി പോയേനെ. ഞങ്ങളുടെ വേദനയൊക്കെ എങ്ങനെ ശരിയാക്കാൻ കഴിയും? നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറയൂ. സോ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് ഈ കാലത്തെ പിള്ളേരുടെ സഫക്കേഷനാണ്, അവരുടെ ജനറേഷനാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചേ പറ്റൂ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അതിനൊരു ഔട്ട്ലെറ്റ് ഇല്ല. ഔട്ട്ലെറ്റ് നമുക്ക് വേണം. താങ്കൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ, റോൾസ് സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഫീലിങ്സ് ഒക്കെ വേണം, അതെല്ലാം ജനങ്ങളെ കാണിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കാറുണ്ട്? ഞാൻ ഒരുപാട് ചേഞ്ച് ചെയ്യും, ഒരുപാട് ഞാൻ ഇൻ്റർഫിയർ ചെയ്യും. പക്ഷേ അതിൽ ഈ ഡയലോഗ്സ് ഞാനാ എഴുതുന്നതെന്ന് ഞാൻ ഒരിക്കലും പുറത്ത് പറയാറില്ല. അല്ല, ഇത് എൻ്റേതാന്ന് ഞാൻ പറയത്തില്ല. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട, അത് അവർക്ക് തന്നെ പോട്ടെ. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ബുക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുതുകയും ചെയ്യും ഞാൻ. അതുകൊണ്ട് ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നും. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞേക്കും. പക്ഷേ എനിക്കും ഈ സ്ഥലത്ത് ഇത് പറയാൻ കുറച്ച് പാടായിട്ട് തന്നെയാണുള്ളത്. സത്യം പറയണേൽ വളരെ വിഷമമാണ്. മനസ്സിലാവുന്നുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാനൊരച്ഛനായതുകൊണ്ട് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ എൻ്റെ മകൻ എന്നെ ഇടയ്ക്ക് ഇതുപോലെ തന്നെ ഇട്ടേച്ചു പോയാൽ, അതായത് ഞാൻ മാത്രമല്ല എല്ലാ അച്ഛനും ചിന്തിക്കുന്നതാണ്. ഇതിനായിട്ടുള്ളൊരവസാനം എനിക്കിവിടെ വന്നത് നല്ലതിനാണെന്ന് തോന്നുന്നു. ഞാൻ വല്ലാണ്ട് ടയേർഡായിപ്പോയി. ഞാൻ ഇങ്ങോട്ട് വരണോ വേണ്ടയോ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ വന്നത് നന്നായിപ്പോയി രാജൻ. ഞാൻ ഹാപ്പിയാണ്. ഈ പ്രോഗ്രാം മൂലം ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ജനങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. എനിക്ക് ചാൻസ് തന്നതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ തോറ്റുപോയെന്ന് ഒരിക്കലും പറയത്തില്ല. എനിക്കറിഞ്ഞ് ഇതിൽ നിന്ന് തന്നെ പിള്ളേർ ഒരുപാട് വരാൻ കഴിയും. ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിരിക്കും. പിന്നെ ഈ കാര്യം തന്നെ അവരെടുത്തോണ്ട് ഓടും. ഇതൊരു റിലേ പോലെ തന്നെയാണ്.
നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം പുറത്തേക്ക് വന്നു, ഒന്നുകിൽ ലീഡർഷിപ്പിനോടൊപ്പം അല്ലെങ്കിൽ അതില്ലാതെ. അവരെല്ലാവരും ചേർന്ന് വന്ദേമാതരം പാട്ടുപാടി ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞ് സർക്കാരിനെ പോലും തലകുനിയിപ്പിച്ചു. ഉറപ്പായിട്ട് അവർ ചെയ്യും. എങ്ങനെ നോക്കുവാണെങ്കിൽ യുവാക്കളല്ലേ നമ്മുടെയൊക്കെ ബലം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നമ്മൾ വെറും ആശീർവാദം കൊടുക്കാനല്ലേ ഇരിക്കുള്ളൂ. വേറെ എന്താണ്? അതായത് ഞാൻ ഇവരുടെ ഒപ്പം അങ്ങോട്ട് കുറച്ച് ദിവസത്തെ അങ്ങോട്ട് കാണാണ്ട് പോവാ.